ഹലോ ഗായ്സ്, നമ്മൾ വന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ആയിട്ടാണ്. സെക്കൻഡ് പാർട്ടല്ല, മറ്റേ ഞാനൊരു ട്രേച്ചിലായിട്ടാണ് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. ഇതെന്താ പറ്റത് ഗൈസ്? വന്നിക്കുന്നു ഗൈസ്. ഓക്കെ, ഈ വേൾഡിലാണ് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് കളിക്കാം. കണ്ടക്ട് ചെയ്യിച്ചില്ലാണ് തന്നെയാണ് നമുക്ക് കളിക്കാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. കുറച്ച് വെയിറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെന്താ വരാത്ത ഗൈസ്? ഓക്കെ ഗൈസ്, ബെട പറഞ്ഞതാണ് എന്നൊക്കെ. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല, നോക്കണം. ഓക്കെ, എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മോപ്സാ, ഓ മറ്റേ മാടിച്ച് വാതിൽ തുറന്നിട്ടോ. ഇപ്പോൾ ഒന്നുകൂടി റീസ്റ്റാർട്ടായി പോയതല്ല, പോക്കിയതാണ് മൈൻക്രാഫ്റ്റ്. ഇതിനൊക്കെ ഒരു കുഴപ്പമുണ്ട് ഗൈസ്. ഇത് ഇതായി മാറും ഗൈസ്, വല്ലാത്ത കഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ല കണ്ടോ? ഞാൻ ഈ സംഭവം ഇങ്ങനെ നീക്കുമ്പോൾ കണ്ട ഒരു റൗണ്ട് കളറിൽ, അത് ഇതിലുള്ളതല്ല, എല്ലാവരിലും ഉണ്ടാവും. ഈ യൂട്യൂബ് ചാനൽ മൊബൈലിൽ തുടങ്ങിയ ഇങ്ങനെയൊക്കെ ഇരിക്കും, ഇങ്ങനെ സംഭവമൊക്കെ വരും. അതാണ് വേറൊരു വിഷയം. അത് കാരണം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നുമുണ്ട്. പിന്നെ ഇത് ഓഫ് ചെയ്യുമ്പോൾ എന്തായാലും സെറ്റ് ആവുന്നുണ്ട്. ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കളിക്കാം ഗൈസ്. ഇതെന്തായിട്ടല്ല, എല്ലാവരും റീസ്റ്റാർട്ടായി പോവാണ്. എനിക്ക് എന്താ അറിയില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താ, വേൾഡ് റീസ്റ്റാർട്ടാവില്ല, മൈൻക്രാഫ്റ്റിന് ബാക്ക് അടിച്ചു പോവുകയാണ് ഇത്. ഓക്കെ ഗൈസ്, ഇത് വേണം കുറച്ച് ഇതാവും, ലോഡിങ് ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതാക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ ഗൈസ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. ഗൈസ്, ഞാൻ വിസിലടിക്കാൻ നോക്കിയതാണ് ഗൈസ്. കൈ കുറച്ചിട്ടൊരു വിസിലില്ലേ, ആ വിസിലേക്ക് അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നതിലും കമൻറ്റ് ചെയ്യാം ഗൈസ്. അമ്മ വേറെ പച്ച മനുഷ്യൻ, ഓ ഈ ചക്കനാണോ? എടേ, എനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലടേ. ഞാൻ സോഡ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതാ, അയ്യോ, സോഡ എടുക്കട്ടെ. എവിടെ അവൻ പച്ച മനുഷ്യൻ? എവിടെ? ആളെ കാണാമല്ലോ. ആളെവിടെ? ആളിറങ്ങി പോയോ? ദാ ഇവിടെ കിടക്കിപ്പൊക്കെ. എൻ്റെ വീട്ടിലെന്താ കാര്യം? എവിടെ? എടാ, എൻ്റെ വീട്ടിനുള്ളിൽ കയറി പോവാൻ പിന്നെ ആരവിടുത്തെ മഹാനോ? പോടാ പച്ച മനുഷ്യൻ. ഓക്കെ, ഞാൻ വീടുകൾക്കൊന്ന് ഫുൾ വ്യൂവിൽ കാണിച്ചു തരാം. ഇതാണ് ഈ പുറത്തിട്ട സൈഡത്തെ. ഇത് കൊളായുണ്ട് ഗൈസ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ്. പിന്നെ നമ്മളെ മൈനിങ് സ്ഥലം ഇതാണ് ഗൈസ്. മൈനിങ് എന്താ ക്ലിച്ചോ? ഒരു ഗ്ലിച്ച്. ഓ ഗൈസ്, എന്ത് ഗ്ലിച്ചാണ് ഗൈസ് ഇവിടെ. തൊണ്ടിരിക്കും, മൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എന്ത് ഇതിയാണ് ഗൈസ്, എൻ്റെ വീട്ടിലാണ് ഗൈസ്.
വിധി മാറ്റാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കറോ ബൈ പ്ലീസ് ബൈ. എന്തൊക്കെയോ വായിച്ച് തോന്നി വിളിച്ചു പോലെ ഫ്രീ ഫയർത്തെ ഓരോരോ മണ്ടത്തരം അതാണ് ഗൈസ്. കുഴിച്ച് മതി, എത്ര മതി ഇപ്പം ലാഗാണ്. അയ്യോ എന്ത് ബക്കാണോ, വലിയൊരു പുഴ മൊത്തം ഇതാണ്. എൻ്റെ വീട് നിൽക്കുന്ന താഴെ പുഴയാണ്. അയ്യോ അവിടെ പെട്ടു ഗൈസ്. എനിക്ക് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഇനിയൊക്കെ പോവാം മേലോട്ടന്നെ. ഒളിച്ചുണ്ട് ഇത് നമ്മളെ മൈനിങ് സ്പോട്ടാണ്. സ്കൂളിൽ താഴെയൊക്കെ ഫസ്റ്റ് ഫ്ലോർ എന്താ ഒരു പിന്നെ നമ്മളെ ഇതെന്തേനോ ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഇതിനൊക്കെ എന്തോ ലാമ്പ്. കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വീടിൻ്റെ, കണ്ടോ ഒരു ലുക്ക് ഉണ്ടല്ലേ. പിന്നെ മോളോട്ട് കയറി എൻ്റെ മോനെ കണ്ടോ, അവിടെ ഫസ്റ്റ് ഒരു ബെഡ്റൂം. ഇതിങ്ങനെ വിരിച്ചോ. ഇതാ ഇവിടേക്ക് വരുമ്പോൾ ഒരു സ്റ്റാൻഡ്. ഇവിടെ എന്ത് വെക്കും ഗൈസ്? നമുക്ക് ഇവിടെ എന്ത് വെക്കും? എനിക്ക് ഐഡിയ ഉണ്ട് ഗൈസ്. ഐഡിയ കിട്ടി ഗൈസ്. ഒരു സംഭവം ഞാൻ പണ്ടൊക്കെ ചെയ്ത് വന്നൊരു സംഭവമായിരുന്നു ഗൈസ്. എവിടെ ഒക്കെ പോയോ Fly to 130 plus destinations via Kuala Lumpur and Bangkok. Sorry, Ishan, but we get it. Once you fly AirAsia, you can't stop talking about it. Guys, ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിരുന്ന എനിക്ക് ഷോർട്സ് അത്ര ഇച്ചല്ല ഗൈസ്. എന്ത് ചെയ്യാൻ ഗൈസ്? ഓക്കെ ഗൈസ്, ഓക്കെ ഞാൻ എന്താ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഈ സംഭവത്തിൽ ഇത് ഏതൊക്കെ സാധാ മതില്ലേ, ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു സുഖമായിട്ട് കിട്ടും നമുക്ക് ഗൈസ്. ഗൈസ് ഓക്കെ ഇതവിടെ വെക്കാം. ഒരു വൈബ് രസമായി. നമുക്ക് ബാൽക്കണി നമുക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്താലോ? അതിലേക്ക് ഇവിടെ കാണിച്ചിടാം. ഇവിടെ ഈ ഭാഗം ഈ ഭാഗത്ത് ഐഡിയ ഉണ്ട്. കിട്ടിപ്പോയി. നമുക്ക് എൻചാന്റിങ് റൂം സെറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഫ്രീ ഫയറിൽ പണ്ടത്തെ ഓൾഡ് പ്ലെയർ ആയിരുന്നു. എനിക്കൊരു അനിയനുണ്ട്. അനിയനും പണ്ടൊക്കെ എൻ്റെ ഒപ്പം കളിച്ചു തുടങ്ങിയതാണ്. സെറ്റാണ്. ഞങ്ങൾ അത്യാവശ്യം കളിക്കും. ഇപ്പം എനിക്ക് അത്യാവശ്യം കളിക്കാമെന്ന് അറിയില്ല. ഞാനാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് കൊടുത്തത് തന്നെ ഈ ഫ്രീ ഫയറിനെ കുറിച്ചൊക്കെ. ഞാൻ ഏറ്റവും ഫേവറേറ്റ് ഗെയിം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ ഫ്രീ ഫയർ ആയിരിക്കും. പിന്നെ സെക്കൻഡ് പബ്ജി, തേർഡ് നമ്മളെ മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർ കുറേ ആൾക്കാരുണ്ട്. എനിക്കറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഫ്രീ ഫയർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഫ്രീ ഫയർ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. ഓളായില്ല ഗൈസ്. ഓക്കെ ഞാൻ ഇപ്പം ഉള്ളത് അമ്മമ്മൻ്റെ വീട്ടിലാണ് ഗൈസ്. എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലാണ്. എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ കുറേ പുലിവാഹനങ്ങൾ എൻ്റെ വീട്ടിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ലായിരിക്കും. ആകെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ എൻ്റെ ഏട്ടക്ക്, എൻ്റെ കസിനേട്ടൻ പറഞ്ഞില്ലേ ചെങ്ങ
പിരാന്തനാണ്. അവനെ ഞാൻ വണ്ണിന് തോൽപ്പിച്ചതാ. എനിക്ക് എൻ്റെ ഫീഫത്തെ ലെവൽ പറഞ്ഞ 42, 4, 3 എന്നാണ്. അതെ അതാണ്. അതിൽ എനിക്ക് 151 എന്തത്ര ലെവലിൻ്റെ ആ ചങ്ങനെ ഞാൻ തോൽപ്പിച്ച്. ഫസ്റ്റ് 3 കളിയിൽ ഞാൻ ഷോട്ടടിച്ചവനെ. എന്നിട്ട് ഓനക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഓന റൂമിൽ നിന്ന് കാര്യല്ലോ. എന്താ സംഭവിച്ചത്? എന്താ എനിക്കൊരു വേൾഡ് കയറാൻ പറ്റില്ല. നല്ല വീടൊക്കെ ഉണ്ടാക്കിയതാടാ. എന്ത് വിധിയാടാ ഗൈസ്, എന്ത് വിധിയാണ് ഗൈസ്. ഇപ്പൊ ഇങ്ങനെ അവസ്ഥയല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഈ വീഡിയോ ഇപ്പൊ അവസാനിപ്പിക്കാം.